വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണലിൽ വന്ന ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെങ്ങിൻ്റെ കൊട്ടാരമുറിയിൽ നിന്ന് അപ്രത്യക്ഷരായ ഷെങ്ങും ടാനും എത്തിപ്പെട്ടത് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. അവിടെ രണ്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കണ്ട് ലിയൂഷി പറഞ്ഞിട്ടുള്ള മാജിക്കൽ സ്പിരിറ്റ് ലാൻഡ് ഇതായിരിക്കുമോ എന്ന് ടാൻ സംശയം പ്രകടിപ്പിക്കുന്നു. 25 വയസ്സ് വരെ എനിക്ക് ആയുസുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞത് ഡോങ്ക്യൂവിൽ എൻ്റെ ജീവിതം അത്ര കാലമേ ഉള്ളൂ എന്നായിരിക്കുമല്ലേ എന്ന് ഷെങ്ങും പറയുന്നുണ്ട്. ടാൻ്റെ ശരീരത്തിന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മാറി അവൾക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. ആരെങ്കിലും കാണാൻ കഴിയുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി മുന്നോട്ട് നടക്കുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ആയുധധാരികളായ 2 കാവൽക്കാർ അവരെ തടഞ്ഞിട്ട് ID ടോക്കൺ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അതെന്താണെന്ന് ടാനും ഷെങ്ങും മനസ്സിലാവാതെ നിന്നപ്പോൾ ID ടോക്കൺ ഇല്ലാതെ ആർക്കും മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിൽ കടക്കാനാവില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ID ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ID ഉണ്ടാക്കാൻ വേണ്ടി അടുത്തുള്ള പാറപ്പുറത്തേക്ക് കൈവെക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അത്യാധുനിക ഡിജിറ്റൽ സ്കാനറുകളെ പോലും തോൽപ്പിക്കുന്ന സംവിധാനമാണ് അവരുടേതെന്ന് തോന്നുന്നു. എന്തായാലും ഷെങ് ആദ്യം തൻ്റെ കൈ അവർ പറഞ്ഞ പാറപ്പുറത്ത് വയ്ക്കുന്നു. സ്കാനിങ് നടക്കുന്ന പോലെ ഒരു പ്രകാശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോട് മാറിക്കോളാൻ അവർ പറയുന്നു. അടുത്തായി ടാനാണ് കൈവച്ചത്. അവൾ തൊട്ടതും അവരുടെ സ്കാനിങ് മെഷീനായ പാറക്കല്ല് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാക്കുന്നു. ആ സമയത്ത് ദുഷ്ടന്മാരുടെ മാസ്റ്റർക്ക് ഒരു അലർട്ട് കിട്ടുന്നുണ്ട്. കാവൽക്കാർ അമ്പരപ്പോടെ ടാനെ നോക്കുകയാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് വിടുമോ എന്ന് ചോദിച്ച് പേടിച്ചു നിൽക്കുകയാണ് ടാൻ. ദുഷ്ടന്മാരുടെ മാസ്റ്റർ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുന്നു. സോൾ സപ്രസിംഗ് ഓർബ് കൈവശമുള്ള ഒരു പുരുഷനും സ്ത്രീയും മാജിക്കൽ സ്പിരിറ്റ് ലാൻഡ് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പോയി നശിപ്പിച്ചിട്ട് വരാൻ അയാൾ തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്നു. അവിടുന്ന് കറുത്ത കുറേ പുക ഞങ്ങൾ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ലോകം കീഴടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. മറ്റൊരിടത്ത് വെള്ള വസ്ത്രം ധരിച്ച കുറേ പേർ ഒരുമിച്ചിരുന്ന് എന്തോ മന്ത്രവിദ്യ ചെയ്യുകയാണ്. പക്ഷേ അവരുടെ കഴിവിൽ അത് നിൽക്കാത്തതിനാൽ അതിലൊരാൾ രക്തം തുപ്പിക്കൊണ്ട് എടുത്തെറിഞ്ഞതുപോലെ തെറിച്ചു വീഴുന്നു. പക്ഷേ താഴെ വീഴുന്നതിന് മുമ്പ് നമ്മുടെ ലിയൂഷി അദ്ദേഹത്തെ താങ്ങിയിരുത്തിയിട്ട് അദ്ദേഹത്തിന് പകരമായി മറ്റുള്ളവർക്കൊപ്പം പോയിരുന്ന് ആ മന്ത്രവിദ്യ പൂർത്തിയാക്കുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന കറുത്ത പുകയുടെ ശക്തി കുറഞ്ഞ് അത് അടങ്ങുന്നതും കാണിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ലിയൂഷിയുടെ ചുറ്റും കൂടി തക്ക സമയത്തെത്തി സഹായിച്ചതിന് നന്ദി അറിയിക്കുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ താങ്കൾ ഇങ്ങോട്ട് മടങ്ങി വരുന്നത്, എന്തെങ്കിലും നല്ല വാർത്തയുമായാണോ വന്നിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ നമ്മുടെ ട്രൈബ് ലീഡറെ കണ്ടെത്തി. സോൾ സപ്രസിംഗ് ഓർബും അവളുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ വിവരം അറിയിക്കാനാണ് സ്പിരിറ്റ് ലാൻഡിൽ എത്തിയ ഉടൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ലീഡറും അടുത്ത് തന്നെ ഇവിടെ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ലിയൂഷിയെ അറിയിക്കുന്നു. നമ്മൾ മുമ്പ് കണ്ട ദുഷ്ടന്മാരുടെ മാസ്റ്റർ യഥാർത്ഥത്തിൽ പിശാചുക്കളുടെ രാജാവാണ്. അയാളെ ഈ മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിൽ ബന്ദിയാക്കിയിരിക്കുകയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ സീൽ പൊട്ടിച്ച് പുറത്ത് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ അയാൾ സീൽ പൊട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലിയൂഷിയുടെ ട്രൈബിലെ അംഗങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. ഓരോ ദിവസം കഴിയുന്തോറും സീലിന് മേലുള്ള അവൻ്റെ ആക്രമണം കൂടിക്കൂടി വരികയാണ്. ഇനി അധികകാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ട്രൈബ് ലീഡറെ നമ്മൾ ക്യൂസിൻ്റെ രഹസ്യതന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് സീലിനുള്ളിലേക്ക് കടത്തിവിടാൻ ഞാൻ ശ്രമിക്കാം എന്ന് ലിയൂഷി അവർക്ക് ഉറപ്പ് നൽകുന്നു. ഡീമൺ കിങ്ങിൻ്റെ അനുയായികൾ ടാനും ഷെങ്ങും നിൽക്കുന്നിടം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വരവ് മനസ്സിലാക്കിയ കാവൽക്കാർ ഡീമൺ കിങ്ങിൻ്റെ അനുയായികൾ നിൻ്റെ സ്പിരിച്വൽ പവറിൽ ആകൃഷ്ടരായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് ടാനിനെ അറിയിക്കുന്നു. പറഞ്ഞു നിർന്നും ആ പുക അവിടെ എത്തി മനുഷ്യരൂപം പ്രാപിച്ച് അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ടാനിനെ മാറ്റിയെടുത്ത് ഷെങ്ങും കാവൽക്കാരും കൂടി അവരെ നേരിടാൻ തുടങ്ങുന്നു. പക്ഷേ അധികം വൈകുന്നതിന് മുമ്പ് കാവൽക്കാർ കൊല്ലപ്പെടുകയും ഷെങ്ങിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഷെങ് താഴെ വീണത് കണ്ട് ടാൻ കൈവശമുണ്ടായിരുന്ന ഫ്ലൂട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ശബ്ദം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഷെങ്ങിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ട് ടാൻ സർവ്വശക്തി ഉപയോഗിച്ച് ഫ്ലൂട്ട് വായിക്കുന്നു. പക്ഷേ അധിക നേരം വായിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ടാൻ തളർന്ന് രക്തം തുപ്പിക്കൊണ്ട് ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നു. ഫ്ലൂട്ടിൻ്റെ ശബ്ദം നിലച്ചോടെ ശത്രുക്കൾ വീണ്ടും അവരെ ആക്രമിക്കാനായി മുന്നോട്ടാഞ്ഞെങ്കിലും നമ്മുടെ ഈഹുവയുടെ രൂപമുള്ള വെളുത്ത മുടിയുള്ള ഒരാൾ അവിടേക്ക് ചാടി വീണ് അവർക്ക് നേരെ മന്ത്രശക്തി പ്രയോഗിക്കുന്നു. അവനെ കണ്ടതും അവർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് തിരിച്ചോടുന്നുണ്ട്. അദ്ദേഹം വേഗം ചെന്ന് ഷെങ്ങിനെ താങ്ങിയെടുത്ത് മടിയിലേക്ക് കിടത്തുന്നു. ഷെങ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തെ കണ്ട് മുത്തശ്ശ എങ്ങനെയെങ്കിലും ടാനറിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും കണ്ണടയ്ക്കുന്നു. ഇതുവരെ എല്ലാവരും പറഞ്ഞു മാത്രം നമ്മൾ കേട്ട ഡോങ്യു സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഷെങ്ങിൻ്റെയും ടാനറിൻ്റെയും വിവാഹം മുൻകൂട്ടി തീരുമാനിച്ച ഷെങ്ങിൻ്റെ ആയുസിനെക്കുറിച്ച് വിധി എഴുതിയ പ്രശസ്തനായ ഷെങ്ങിൻ്റെ മുത്തശ്ശനായിരുന്നു ഈഹുബായുടെ അതേ രൂപമുള്ള ഇയാൾ. ടാൻ പിന്നീട് ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ അവളുടെ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു. മുറിക്കുള്ളിലെ വ്യത്യസ്തമായ ഫർണിച്ചറും മറ്റും കണ്ടപ്പോൾ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് യൂറോപ്പിലെങ്ങാനും എത്തിപ്പെട്ടോ. ഇന്നലെ ഞാൻ ഷെങ്ങിനൊപ്പം രജിസ്ട്രേഷൻ ഏരിയയിൽ ആയിരുന്നല്ലോ. ഷെങ് എവിടെയായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കക്ഷീണം മാറ്റാനെന്നോണം കൈയൊക്കെ ഒന്ന് വിടർത്തുന്നുണ്ട്. കയ്യിൽ നിന്ന് അവൾ പോലും അറിയാതെ ശക്തി പുറത്തേക്ക് പ്രവഹിച്ച് മുറിയിൽ നിന്ന് ഒരു ഫ്ലവർ വേസ്റ്റ് നിലത്ത് വീണ് പൊട്ടുന്നു. ടാൻ ആകെ അമ്പരക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ശബ്ദം കേട്ട് പുറത്തു നിന്നിരുന്ന 2 കാവൽക്കാർ ഓടി അകത്തേക്ക് വരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് ഈ സ്ഥലം ഏതാണ്, എൻ്റെ കൂടെ വന്നയാൾ എവിടെയെന്ന് അവൾ ചോദിക്കുന്നു. മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിലെ ഏറ്റവും വലിയ ട്രൈബായ
ട്രൈബാണിത്. ട്രൈബ് ലീഡർ നിനക്കൊപ്പം വന്നയാളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രൈബിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിന്നെപ്പോലെ ഒരു ഔട്ട്സൈഡർ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നു. അതെൻ്റെ ഭർത്താവാണ്, അദ്ദേഹം എവിടെയെന്ന് അവൾ ചോദിച്ചപ്പോൾ അവർ മറുപടി നൽകാൻ തയ്യാറാവാതെ വാതിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. ടാൻ വാതിലിൽ കുറേ തട്ടി വിളിച്ചെങ്കിലും അവരത് തുറക്കുന്നില്ല. ടാൻ നിരാശയോടെ തിരികെ ചെന്ന് കസേരയിലിരിക്കുന്നു. ട്രൈബ് ലീഡർ അവളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഒരു കാവൽക്കാരൻ ചോദിച്ചപ്പോൾ പതുക്കെ പറയും, അവൾ കേൾക്കും. അവൾ ക്യൂ ട്രൈബിലെ ആളാണ് എന്നാണ് മറ്റേ ആൾ പറയുന്നത്. ടാൻ അവിടെ ഇരുന്നുകൊണ്ട് അത് കേൾക്കുന്നു. ടാൻ കണ്ണടച്ച് ചെവി വട്ടം പിടിച്ച് ഒന്നുകൂടി ശ്രദ്ധയോടെ അവരുടെ സംഭാഷണം കേൾക്കാൻ ശ്രമിക്കുന്നു. തൊട്ടടുത്ത് നിന്ന് പറയുന്ന പോലെ വ്യക്തമായി അവരുടെ സംഭാഷണം കേൾക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അതെങ്ങനെ സാധിച്ചു എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറന്ന് അവൾക്ക് ഭക്ഷണവുമായി ഒരു സ്ത്രീ അകത്തേക്ക് വരുന്നു. അവർ പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ ഭക്ഷണം പുറത്തെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നു. ഷെങ് എവിടെയാണുള്ളത് എന്നറിയാൻ ടാൻ സെൻറ്റി അടിച്ചൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അവർ അവളോടൊന്നും മിണ്ടാൻ പോലും തയ്യാറാവാതെ ഗൗരവത്തിൽ അവിടെ നിന്നും മടങ്ങിയത് കണ്ട് ടാൻ അമ്പരക്കുന്നു. പെട്ടെന്ന് അവൾക്ക് തലവേദനിക്കുന്ന പോലെ തോന്നിയാൽ കുറച്ചു നേരം അവൾ കണ്ണടച്ചിരിക്കുന്നു. അപ്പോഴാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്യാമറയിൽ പതിയുന്ന പോലെ തനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. പുതുതായി കിട്ടിയ കഴിവ് ടാനിനെ ത്രില്ലടിപ്പിച്ചെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച ആ കഴിവ് ഉപയോഗിച്ച് ഷെങ് എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. കുറേ സമയത്തെ ശ്രമത്തിന് ശേഷം ഒരു സ്ഥലത്ത് മറ്റ് രണ്ടുപേർക്കൊപ്പം കണ്ണുമടച്ചിരിക്കുന്ന എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെങ്ങിനെ അവൾ കണ്ടെങ്കിലും ഷെങ്ങിൻ്റെ മുത്തശ്ശൻ ഇടയ്ക്ക് കയറി അവളുടെ കാഴ്ച മറയ്ക്കുന്നു. ആ മുഖം നല്ല പരിചയമുണ്ടായിരുന്നല്ലോ, ആരാണത് എന്ന് ടാൻ ചിന്തിക്കുന്നുണ്ട്. ആ ശ്രമം കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ക്ഷീണം തോന്നിയാൽ ഇപ്പോൾ കണ്ടത് വെച്ച് ഷെങ് ഇരുന്ന ഭാഗത്തേക്കുള്ള ഒരു മാപ്പ് അവൾ വരച്ചു നോക്കുന്നു. ആ സമയത്ത് തന്നെ സംസാരിക്കുന്നതും പിന്നാലെ വാതിൽ തുറക്കുന്ന ശബ്ദവും കേട്ട് പെട്ടെന്ന് അവൾ മാപ്പ് ഒളിപ്പിച്ചു വെക്കുന്നു. അകത്തേക്കൊന്ന് ആളെ കണ്ട് ടാൻ ശരിക്കും അമ്പരക്കുന്നു. ഈഹുവായി ആണോ എന്നവൾ ആദ്യം ചിന്തിച്ചെങ്കിലും ഷെങ്ങിൻ്റെ മുത്തശ്ശനാവാനായിരിക്കും സാധ്യത എന്ന് പിന്നീട് തോന്നിയതിനാൽ മുത്തശ്ശൻ തന്നെയാണോ അതെന്ന് അവൾ ചോദിക്കുന്നു. അത് ഞാൻ തന്നെയാണ്, ഇവിടെ ഞാൻ ട്രൈബിൻ്റെ ലീഡറായ മോ ഈഫങ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ടാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് താങ്കൾ രാജ്യം വിട്ട് ദീർഘയാത്രയ്ക്ക് പോയതാണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ടതൊക്കെ സത്യം തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ താങ്കളെ കണ്ടിട്ട് ഷെങ്ങിൻ്റെ മുത്തശ്ശനാവുള്ള പ്രായം തോന്നുന്നില്ലല്ലോ, അദ്ദേഹത്തിന് ചേട്ടനാണെന്നേ പറയൂ എന്ന് ടാൻ പറഞ്ഞപ്പോൾ മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് അമരത്വം ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെ മറ്റുള്ള മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് പ്രായമാവാറില്ല എന്ന് അദ്ദേഹം മറുപടി നൽകുന്നു. ക്യൂ ട്രൈബിൻ്റെ പ്രത്യേക കഴിവായ ദിവ്യദൃഷ്ടി ഇത്ര വലിയൊരു അപകടം നേരിട്ട ഉടനെ ഇങ്ങനെ ഉപയോഗിച്ചാൽ അത് നിൻ്റെ സ്പിരിച്വൽ എനർജിയെ നെഗറ്റീവായി ബാധിക്കും എന്ന് അദ്ദേഹം അവൾക്ക് താക്കീത് നൽകിയപ്പോൾ എപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ദിവ്യദൃഷ്ടി കിട്ടിയത്, മുമ്പൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ടാൻ ചോദിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ നടന്ന യുദ്ധത്തിൽ സോൾ വണ്ടറിങ് ഫ്ലൂട്ട് സർവ്വശക്തി ഉപയോഗിച്ച് വായിച്ചതുകൊണ്ട് നിൻ്റെ ശരീരത്തിലുള്ള സോൾ സപ്രസിംഗ് ഓർബ് ഇപ്പോൾ വളരെയധികം ആക്റ്റീവായി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അതിന് സാധിക്കുന്നതെന്ന് അദ്ദേഹം അറിയിക്കുന്നു. അപ്പോഴാണ് ഫ്ലൂട്ട് എവിടെയാണെന്ന് ടാൻ ചിന്തിക്കുന്നത്. അതെവിടെ പോയി എന്ന് പറഞ്ഞവൾ വസ്ത്രത്തിലും മറ്റും തിരയുന്നത് കണ്ട് അദ്ദേഹം അത് അവൾക്ക് തിരികെ നൽകിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം, കാരണം ട്രൈബും ക്യൂ ട്രൈബും തമ്മിൽ 100 വർഷങ്ങളോളായി നിലനിൽക്കുന്ന ഒരു ശത്രുതയുണ്ട്, ഇതിവിടെ ഉപയോഗിച്ചാൽ ഇവിടെയുള്ളവർ എതിർക്കാൻ സാധ്യതയുണ്ടെന്ന് ഈഫങ് പറയുന്നു. നിങ്ങൾ തമ്മിലുള്ള ശത്രുതയുമായി എനിക്കെന്താണ് ബന്ധമെന്ന് ടാൻ ചോദിച്ചപ്പോൾ നിൻ്റെ സർനെയിം ക്യൂ ആണുള്ളത് എന്ന് മറന്നുപോയോ എന്ന് ഈഫങ് ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ, അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും ഈ മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിലെ ആളാണോ എന്ന് അവൾ ചോദിക്കുന്നു. നീ മാത്രമല്ല ഷെങ്ങിൻ്റെയും യഥാർത്ഥ സ്ഥലം ഇതുതന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഷെങ് എവിടെ, എനിക്ക് അവനെ കാണണമെന്ന് ടാൻ പറഞ്ഞപ്പോൾ ഷെങ്ങിൻ്റെ പരിക്ക് വളരെ ഗുരുതരമാണ്, ഇവിടെയുള്ള മുതിർന്നവർ അവനെ സുഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, അവൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ഈഫങ് പറയുന്നു. എനിക്ക് ഉടനെ ഷെങ്ങിനെ കണ്ടേ പറ്റൂ, ഞാൻ അവനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ടാൻ തിരിഞ്ഞപ്പോൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ആരെയും കാണാൻ പറ്റിയ അവസ്ഥയിലല്ല അവൻ, അവൻ്റെ ജീവൻ അപകടത്തിലാണ്, മറ്റു ചിന്തകൾ അവൻ്റെ മനസ്സിനെ അലട്ടിയാൽ ഈ ശ്രമങ്ങളെല്ലാം പാഴായി പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ തടയുന്നു. ഷെങ്ങിൻ്റെ 25 വയസ്സിലെ മരണം എന്നുള്ള ദുർവധി ഇപ്പോഴും നിലനിൽക്കുന്നതാണോ പ്രശ്നമെന്ന് ടാൻ സങ്കടത്തോടെ ചോദിക്കുന്നു. ഷെങ്ങിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് ഈ മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിലെ ഏറ്റവും നല്ല വൈദ്യനായിരുന്ന എൻ്റെ സുഹൃത്ത് സർ ലിയാങ് ഷെയിൻ്റേതാണ്. അദ്ദേഹം വളരെ ദയയും സ്നേഹമുള്ള കൂട്ടത്തിലും സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി വൈദ്യശാസ്ത്രം നന്നായി പഠിക്കുന്ന കൂട്ടത്തിലുമായിരുന്നു. ട്രൈബും ക്യൂ ട്രൈബും ആദ്യമൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം കാര്യങ്ങൾ മാറി മറിഞ്ഞു. സ്പിരിറ്റ് ലാൻഡിനെ രക്തമയമാക്കിക്കൊണ്ട് ഇരു കൂട്ടരും തമ്മിൽ ശക്തമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ലിയാൻ ഷെങ്ങും വലിച്ചഴിക്കപ്പെട്ടു. ഞാനിവിടെ എത്തിയപ്പോഴേക്കും താമസിച്ചിരുന്നു, അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി കഴിഞ്ഞിരുന്നു എന്ന് ഈഫങ് പറയുന്നു. ആരോ ഒരാൾ ഷെങ്ങിനെ വെട്ടി വീഴ്ത്തിയിട്ട് പോകുന്നതും ഈഫങ് അദ്ദേഹത്തെ മടിയിലെടുത്ത് വെച്ച് കരയുന്നതും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ലിയാൻ ഷെങ്ങിനെ അങ്ങനെ മരണത്തിൽ വിടാൻ ഞാൻ തയ്യാറല്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞാൻ പ്രത്യേകം ഒരു സീലിനുള്ളിലാക്കി സൂക്ഷിച്ചു എന്നും ഈഫങ് പറയുന്നു. ഷെങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ സഞ്ചി അദ്ദേഹം എടുക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇത് അന്ന് ലിയാൻ ഷെങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, 100 വർഷങ്ങളായി ഞാനിതൊരു ഓർമ്മ പോലെ സൂക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ടാനിനെ കാണിക്കുന്നു. ഇത് ഓരോ ദിവസം കാണുന്തോറും അവനെക്കുറിച്ചുള്ള ഓർമ്മകളും വേദനയും എൻ്റെ മനസ്സിൽ കൂടിക്കൂടി വന്നു. ഇരു വംശജരും തമ്മിലുള്ള യുദ്ധം ഈ മാജിക് ലാൻഡിനെ ഏകദേശം നശിപ്പിച്ചിരുന്നു. ലിയാങ് ഷെങ്ങിന് നഷ്ടപ്പെട്ട ദുഃഖം കാരണം എനിക്ക് യുദ്ധത്തിലും അവർ തമ്മിലുള്ള പകയിലും ഭാഗമാകാൻ തീരെ താല്പര്യമില്ലാതായി. അങ്ങനെയാണ് ഞാൻ ലിയാങ് ഷെങ്ങിൻ്റെ ആത്മാവുമായുള്ള സീലും എടുത്തുകൊണ്ട് ഡോങ്യുവിലേക്ക് പോയത്. അവിടെ കുറേ ശ്രമങ്ങൾക്ക് ശേഷം എനിക്ക് ഡോങ്യു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു.
ഞാൻ അവിടുത്തെ ആദ്യ രാജാവായി, വിവാഹം കഴിച്ചു. എൻ്റെ അപ്പോഴത്തെ ഭാര്യയാണ് നീ അവിടെ കണ്ട രാജമാതാവ്. ലിയാൻ ഷെങ്ങിൻ്റെ ആത്മാവ് മറ്റൊരാളിലേക്ക് കടത്തിവിട്ട് അവന് പുനർജന്മം നൽകാൻ തക്കതായ അവസരം ഞാൻ കാത്തിരുന്നു എന്ന് ഈ ഫെങ് പറയുന്നു. അവതാർ സിനിമയിൽ ഇതുപോലെ ഒരാളുടെ സ്പിരിറ്റ് ഏലിയൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഈ ലെവലേ അല്ല. നിങ്ങൾക്കതങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ടാൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഇത് ഞങ്ങളുടെ മോ വംശത്തിന് മാത്രം പകർന്നു കിട്ടിയ ഒരു കഴിവാണ്. ഒരു ചെറിയ തെറ്റ് വരുത്തിയാൽ പോലും ആളുടെ ആത്മാവ് എന്നേക്കുമായി ഇല്ലാതാകും. എങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ തയ്യാറായി. ഡോങ്ങിലെ ഇപ്പോഴത്തെ രാജാവ് എൻ്റെ മകനാണ്. അവൻ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാകുന്നവരെ ഞാൻ കാത്തിരുന്നു. നല്ല അവസരമാണെന്ന് തോന്നിയപ്പോൾ അവനുണ്ടായ ആ ഒരു കുഞ്ഞിലേക്ക് ഞാൻ ലിയാൻ ഷെങ്ങിൻ്റെ ആത്മാവിനെ കടത്തിവിട്ടു. ഈ മാജിക്കൽ സ്പിരിറ്റ് ലാൻഡിലുള്ള ഒരു പ്രത്യേകതരം മരുന്നായ 7 ഗ്യാതറിംഗ് പില്ലിൻ്റെ സഹായത്തോടെയാണ് എനിക്കന്ന് അതിന് സാധിച്ചത്. അങ്ങനെ എൻ്റെ ലിയാൻ ഷെങ്ങിന് പുനർജന്മം ലഭിച്ചു. അതാണ് ഇപ്പോഴത്തെ ഷെങ്. പക്ഷേ അന്ന് ഉപയോഗിച്ച ആ മരുന്നിൻ്റെ ശക്തി കൊണ്ട് അവൻ കഴിഞ്ഞതെല്ലാം മറന്നു. ഇതവന് പുതിയ ജന്മമായിരുന്നു. അവനെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ എപ്പോഴും സംരക്ഷിച്ചു. അവന് 10 വയസ്സായപ്പോൾ മുതലേ എനിക്ക് എൻ്റെ പഴയ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്ന് ഈ ഫെങ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താങ്കളല്ലേ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചു വെച്ചിരുന്നത്? ഞാനവിടെ എത്തുമെന്ന് താങ്കൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് ടാൻ ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്നെക്കുറിച്ചും ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചു വെച്ചത്. കാരണം നിനക്ക് മാത്രമേ ഷെങ്ങിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് ഈ ഫെങ് പറഞ്ഞപ്പോൾ, ഈ 23 വർഷങ്ങൾ ഞാൻ ജീവിച്ചത് മറ്റൊരാൾ മുൻകൂട്ടി തീരുമാനിച്ച് നിയന്ത്രിച്ചു വെച്ചിരുന്ന ജീവിതമായിരുന്നു എന്ന് ടാൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി നൽകാതെ ഷെങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം സീരിയസ് ആണ്. ഇവിടെയുള്ളവർ ഇപ്പോൾ തന്നെ അവനെ രക്ഷിക്കാനുള്ള പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയത്തിലാണ്. യഥാർത്ഥ ലിയാൻ ഷെങ്ങിൻ്റെ ഓർമ്മകൾ വീണ്ടെടുക്കുന്നവരുടെ ചിലപ്പോൾ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു.